മുലപ്പാൽ പോലും ലഭിക്കാതെ കരഞ്ഞ് തളർന്നു മരിക്കുന്ന കുഞ്ഞുങ്ങൾ, കൊടും പട്ടിണി കൊണ്ട് മുലപ്പാൽ വറ്റിപ്പോയ അമ്മമാർ, സ്വന്തം കുഞ്ഞുങ്ങളുടേതടക്കമുള്ള പ്രിയപ്പെട്ടവരുടെ ദാരുണ മരണം മുന്നിൽ കണ്ട് നിസ്സഹായരായി നിൽക്കേണ്ടി വരുന്നവർ. ഇതിനേക്കാൾ ഭീകരമായ എന്തവസ്ഥയാണ് ഒരു മനുഷ്യജീവിതത്തിൽ അനുഭവിക്കേണ്ടി വരിക? ലോക മനസാക്ഷിയെ മരവിപ്പിക്കുന്ന വാർത്തകളായിരുന്നു കഴിഞ്ഞ മാസങ്ങളിൽ ഗസയിൽ നിന്നും വന്നുകൊണ്ടിരുന്നത്. ഇപ്പോൾ പിറന്നു വീണ കുഞ്ഞുപോലും കണ്ണിൽ നിന്ന് ചോരയൊഴുക്കി കരയുമ്പോൾ നിസ്സഹായരായി അവരെ നോക്കി വിലപിക്കുകയാണ് ലോകം. തുടർച്ചയായ വംശഹത്യയിലൂടെയും ഉപരോധത്തിലൂടെയും പലസ്തീനിലെ കുഞ്ഞുങ്ങളുടേതടക്കം ജീവിതങ്ങൾ നരകതുല്യമാവുകയാണ്. മെയ് 12 പുറത്തു വന്ന കണക്കുകൾ പ്രകാരം ഗസയിലെ 4 ലക്ഷത്തിലധികം ആളുകൾ കടുത്ത പട്ടിണി അനുഭവിക്കുകയും മുഴുവൻ ജനങ്ങളും ഭക്ഷ്യ അരക്ഷിതാവസ്ഥയിലുമാണ്. കൂടാതെ 71,000-ലധികം കുട്ടികൾക്കും 17,000-ലധികം അമ്മമാർക്കും കടുത്ത പോഷകക്കുറവിന് അടിയന്തര ചികിത്സ ആവശ്യമാണ്. ദിനംപ്രതി വഷളായിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ജീവന് വേണ്ടി പിടയുന്ന മനുഷ്യരുടെ നിസ്സഹായത ചൂഷണം ചെയ്യുകയാണ് ഇസ്രയേൽ. ദീർഘകാലമായി രാജ്യങ്ങൾ തമ്മിൽ തുടരുന്ന സംഘർഷം, സഹായങ്ങളുടെ അഭാവം, തകർന്ന റോഡുകൾ, ആശുപത്രികൾ ഇവയെല്ലാം ഗസയിലെ സ്ഥിതി രൂക്ഷമാകാനുള്ള കാരണമാണ്. നിലവിൽ അവസ്ഥ കൂടുതൽ അനിയന്ത്രിതമാകുമ്പോൾ ഭക്ഷണം ഒരു വിദൂര സ്വപ്നമാവുകയാണ് പല കുടുംബങ്ങൾക്കും. ഗസയിൽ പട്ടിണി മൂലം 14,000 കുട്ടികൾ മരിക്കുമെന്ന് ഐക്യരാഷ്ട്രസഭ മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇത് യാഥാർത്ഥ്യമാവുകയാണെന്ന് കഴിഞ്ഞയാഴ്ച പുറത്തുവന്ന റിപ്പോർട്ടുകൾ പരിശോധിച്ചാൽ മനസ്സിലാകും.